ഹലോ, റിലയൻസ് വീണ്ടും ന്യൂസുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചൊരു വലിയ ന്യൂസാണ് വന്നിരിക്കുന്നത്. റിലയൻസിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് മുംബൈ മെട്രോ അതോറിറ്റി ഫയൽ ചെയ്തൊരു കേസായിരുന്നു. ആ കേസിൽ അവർ 1100 കോടിയുടെ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ശരിക്കും ഈ മുംബൈ ഹൈക്കോടതി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതായത് ആ 1100 കോടി കൊടുക്കണ്ട എന്നൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിന് അത്രയും വലിയൊരു ഫിനാൻഷ്യൽ റിലീഫ് കിട്ടിയിരിക്കുകയാണ്. ഒരു 1600 കോടിയുടെ അധിക ചിലവില്ലാണ്ടായിരിക്കുകയാണ്. ഇത് മാത്രമല്ല പ്രധാനപ്പെട്ട ന്യൂസ്, മറ്റൊരു ന്യൂസും കൂടെ ഉണ്ട്. റിലയൻസ് വീണ്ടും ഇറാനിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് തുടങ്ങാൻ പോകുന്നു. ശരിക്കും 2019 മുതൽ നിർത്തിയിരുന്ന ഈ ഒരു ഡീല് ഇപ്പോൾ വീണ്ടും റിലയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ പെർമിഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് റിലയൻസിന് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈനറി കോസ്റ്റ് ഒരുപാട് കുറയും. അപ്പം ചിലവ് കുറയുമ്പോൾ എന്തായാലും പ്രോഫിറ്റ് മാർജിൻ കൂടും. അത് സ്റ്റോക്കിനൊരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ രണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിന് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് കംബാക്കിന് ചാൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതേപോലെ നിങ്ങൾക്ക് ഇത്തരം സിമ്പിൾ ന്യൂസസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂടിക്കോ.